തീർച്ചയായും അയാൾക്ക് ചെയ്യാൻ മാത്രമല്ല എതിരാളിക്ക് വോട്ട് ചെയ്യും. KC വേണുഗോപാലിന്റെ ഒരു പോസ്റ്റ് പോലും ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല. മൊത്തം കത്തിക്കും, ബാനറും എല്ലാം കത്തിക്കും. സതീശൻ തന്നെ മന്ത്രി വേണം. മറ്റേ വേണുഗോപാലിന്റെ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പൊടി കാണൂല. വെള്ളം കുടിപ്പിച്ചിട്ട് വിടും. ഈ ഐസിയുവിൽ കിടന്ന കോൺഗ്രസിന് ഇന്ന് ഈ ജീവവായു കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാരാ? സതീശനാണ്. അതിന്റെ പേര് ഇവനെയൊക്കല. ആരാന്റെ കുട്ടിക്ക് ഞാനത് എന്താന്നും പറിച്ചു വരുത്താം. ഇനി വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാണ് ഇന്നെങ്കിൽ ഇവിടുന്ന് ആള് പോയിട്ട് അവിടെയും പ്രശ്നം ഉണ്ടാക്കും. UDFന്റെ പേരിൽ 102 MLA കിട്ടിയിരുന്നു. ഈ 102 MLA ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടലല്ലോ അല്ലേ? അതുപോലെ 2 അലക്ഷൻ നടത്തണോ? കോടിക്കണക്കിന് ഇപ്പൊ നഷ്ടമാണ് വരുന്നത്. അത് ഓന് പുറക്കുന്നോണ്ടെന്ന് വിഷയമൊന്നല്ല. ഒരു സീറ്റ് പോയാലും സീനില്ല, തോറ്റിരിക്കും. വീട്ടിൽ കയറി പറയൂ വോട്ട് കൊടുക്കണ്ട. നിലവിൽ KC വേണുഗോപാൽ വേണ്ട, മരിച്ചുപോയ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവന്നതാരാ? അപ്പൊ VD സതീശൻ തന്നെ അന്ന് മുൻ സ്ഥാനത്ത് നിൽക്കണ്ടേ? ഇനി KC വന്നാൽ ഞങ്ങളെല്ലാം മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഊണും ഉറക്കൊഴിയുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും ഞങ്ങൾ എങ്ങനെയും വില കൊടുത്തിട്ട് അവനെ തോപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാൻ അലാക്കാക്കിയതാരാ? ഇതേ KC ആണ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൊല്ലിയുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് ശക്തമാകുന്നതിനിടയിൽ പുതിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി AICC നേതാവായ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ സജീവ് ജോസഫ് രാജിവെച്ച് ഇരിക്കൂറിൽ നിന്ന് KC വേണുഗോപാൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും സജീവമാണ്. ഇത്തരമൊരു സാഹചര്യം വന്നാൽ പാർട്ടിയുടെ ദേശീയ നേതാവിനെ വിജയിപ്പിക്കാനായി ഇരിക്കൂർ മണ്ഡലത്തിൽ UDF രംഗത്തിറങ്ങുമോ, അതോ നാടിനോട് അടുത്തു നിൽക്കുന്ന നിലവിലെ MLA തുടരണമെന്ന അഭിപ്രായമാകുമോ ശക്തമാവുക? എന്തായാലും ഇരിക്കൂറിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായം നമുക്കറിയേണ്ടതുണ്ട്. ഇതിനെ ചൊല്ലിയുള്ള ഒരു അഭ്യൂഹത്തിനെ ചൊല്ലിയുള്ള ഒരു അഭിപ്രായം നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും ആ അഭിപ്രായത്തിലേക്ക് പോയി വരാം. ഇവിടെ VD സതീശൻ തന്നെ ഇതാവണം. ഇവിടെ മത്സരിക്കേണ്ട തോൽപ്പിക്കുകയും ചെയ്യും. അത് അത്രയും കഷ്ടപ്പെട്ടിട്ട് ത്യാഗം ചെയ്തിട്ട് എടുത്ത് ജനങ്ങൾക്ക് ഉപകാരം വേണ്ടിയിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് എടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഇത്. കോൺഗ്രസ്സുകാർ മുന്നേൽക്കും. ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ്സുകാർ തോപ്പിക്കാൻ വേണ്ടി മുന്നേൽക്കും. രാഷ്ട്രീയത്തിന് അതീതമായി പൊതുജനങ്ങൾ തോപ്പിക്കും. നിലവിൽ KC വേണുഗോപാൽ വേണ്ട, ഇവിടെ വേണ്ട. ഇവിടെ ഉറപ്പിച്ചേ VD സജീവ് ജോസഫ് എന്നെ വേണം ഇവിടെ. മുഖ്യമന്ത്രി സജീവ് ജോസഫ് നിലവിലുള്ള MLA അതേ പറ്റൂ. അപ്പോൾ അവർ നിൽക്കുകയാണെങ്കിൽ ഒരു അഭ്യൂഹം മാത്രമാണ് കേൾക്കുന്നത്. ഇപ്പം നിലവിൽ KC വേണുഗോപാൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ തോപ്പിക്കും. യാതൊരു മാറ്റമില്ല കാര്യത്തിൽ. കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് വരെ വോട്ട് ചെയ്യൂല. എല്ലാവരും കോൺഗ്രസ് മുന്നേൽക്കും തോപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പോൾ ഹീറോ ആയിട്ട് മാറിയത് ഷാഫി പറമ്പും VD സതീശനാണ്. അപ്പോൾ ആ ഹീറോയിൽ വന്നത് 102 സീറ്റിൽ അധികാരത്തിൽ കൊണ്ടുവന്നത് അവരാണ്. അപ്പം VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാണോ എന്ന് നമ്മളെല്ലാം അഭിപ്രായത്തിലുള്ളത്. പ്രശ്നം വന്നാൽ ഇത് വലിയ ചൊറിയായിട്ട് മാറുകയും വേറെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. VC അപ്പോഴ് തോപ്പിക്കും. അയാൾ തോപ്പിക്കും മാത്രമാണ്. അയാൾ നിർത്തിച്ച് അപ്പോൾ അയാൾ തോപ്പിക്കും. നമ്മളെന്തായാലും തോപ്പിക്കും. അയാൾ തുരത്തു വിടുന്നു. വീടിനെ മുഖ്യമന്ത്രിയാക്കാൻ നമ്മുടെ ഉദ്ദേശമാണ്. വീടാണ് മുഖ്യമന്ത്രി നമുക്ക് ഉദ്ദേശം. നിലവിൽ അങ്ങനെ ഒരു അഭ്യൂഹം മാത്രമാണ്. സംശയമില്ല. യാതൊരു സംശയമുണ്ടല്ലോ. വെള്ളം കുടിപ്പിച്ചിട്ട് വിടും. വെള്ളം കുടിപ്പിക്കും. വോട്ടർമാരോടുള്ള വെല്ലുവിളിയല്ലാതെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ രണ്ടാമത് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കൂലേ? അതായത് ജനങ്ങളെ ഓരോരോ പദവിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കസാരക്ക് മോഹപ്പെട്ടിട്ട് നിൽക്കാൻ പാടില്ല. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് വരണ്ടേ. 100% VD സതീശൻ കാരണം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം VD സതീശൻ തന്നെ. വേറൊരാൾക്ക് അതിലില്ല. കോൺഗ്രസ് വേറെ ചാൻസ് കാണുന്നില്ല. മരിച്ചുപോയ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവന്നതാരാ? അപ്പൊ VD സതീശൻ തന്നെ അന്ന് മുൻ സ്ഥാനത്ത് നിൽക്കണ്ടേ? ഈ 100 MLA മത്സരിച്ചിട്ട് അതിൽ യോഗ്യനായ ഒരാളില്ല നിങ്ങൾ പറയുന്നത്. ഇനി ഒരാളെ കൊണ്ടുവരുന്ന കേസിനെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ യോഗ്യനായ ഒരാളെ 100 ആളില്ല എന്നാ. 10 കൊല്ലക്കാലം കോൺഗ്രസ് ഇവിടെ ഉറങ്ങിക്കിടക്കുക. ആ ഉറങ്ങിക്കിടക്കുമ്പം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഉള്ള സീറ്റും കൂടി ഇല്ലാണ്ടായി. രണ്ടാമത് ഉറങ്ങിക്കിടക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് സതീശൻ്റെ അടുത്ത് കൊടുക്കുന്നത്. ആ സതീശനാണ് എണീപ്പിച്ചുകൊണ്ടാണ്. സതീശനല്ലാതെ വേറെ ഒരു മനുഷ്യൻ ഇവിടെ ഫിറ്റല്ല. ഇനി KC വന്നാൽ ഞങ്ങളെല്ലാം മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഊണും ഉറക്കൊഴിയുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും ഞങ്ങൾ എങ്ങനെയും വില കൊടുത്തിട്ട് അവനെ തോപ്പിക്കും. കാരണം 100 MLA 102 MLA UDFന്റെ പേരിൽ 102 MLA കിട്ടിയിരുന്നു. ഈ 102 MLA ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടലല്ലോ അല്ലേ? പിന്നെ എന്തിനൊരു KC? ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാൻ അലാക്കാക്കിയതാരാ?
ഇതേ കേസിയാണ് എല്ലാ സ്ഥലത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തേച്ചും ഭരണം കിട്ടിയപ്പോൾ ആ ഭരണം ഇല്ലാതാക്കിയത് കേസിയാണ്. ഈ കേസ് ഇവിടെ കൊണ്ടുവരുന്ന എന്തിൻ്റെ ആവശ്യത്തിനാണ്? ഞങ്ങളെല്ലാം ഇവിടെ ഒരു കെട്ടുറപ്പായിട്ട് UDF ആയിട്ട് നിൽക്കുന്ന ആളാ. അത് നിങ്ങൾ ഇല്ലാതാക്കാനാണ് ഈ കേസിനെ കൊണ്ടുവരുന്നതാണെങ്കിൽ കോൺഗ്രസ് ചത്ത് എന്ന് വിചാരിച്ചാൽ മതി. വേറെ നേതാവ് വേണ്ട, വേറെ നേതാവ് വേണ്ടിടാ. VD സതീശനാ നേതാവ്. ഓനെ തൻ്റെ ഉള്ളൂ ഉള്ള കാര്യം തുറന്നു പറയുന്ന സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഇപ്പോ പിറക്കുന്ന ഒരു സംഭവം. ഇരിക്കൂർ സീറ്റിൽ ജയിക്കൂല, ഒരു സീറ്റിൽ പോയാലും സീനില്ല, തോറ്റിരിക്കും. അതെ, സതീശൻ തന്നെ മുഖ്യമന്ത്രി. വേണുഗോപാലിന്റെ ഇവിടെ വന്നാൽ ഓന് തോപ്പിക്കും. അനൗൺസ്മെന്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് തോപ്പിക്കുവാൻ. VD സതീശന് ബദലാകാൻ VD സതീശൻ അല്ലാത്ത വേറൊരാൾ ഇന്ന് കോൺഗ്രസിലില്ല. 5 കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് കോൺഗ്രസ് എണീപ്പിച്ചുകൊണ്ടത് അയാൾ. അപ്പോൾ അയാളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ മന്ത്രിയായിട്ട് നിൽക്കേണ്ടത്. പിന്നെ പോരാ വേറെ KC വേണുഗോപാലിന്റെ ഇവിടെ വന്നാൽ ഉറക്കന്നെ പോയി ഇരിക്കേണ്ടി വരുമോ? ഒരൊറ്റ കുട്ടി വന്ന് ജയിപ്പിക്കുകയും ചെയ്യില്ല. അനൗൺസ്മെന്റ് ചെയ്തിട്ട് വന്ന് തോപ്പിക്കും. സംശയമൊന്നുമില്ല കാര്യത്തിൽ. മൊത്തത്തിൽ വീട്ടിൽ പറയൂ വോട്ട് കൊടുക്കണ്ട, കയറി പറയൂ ഓനെ തോപ്പിക്കണമെന്ന് തെറ്റി. അത്രയ്ക്കും വലിയ വേദന ഉണ്ട്. 5 കൊല്ലം മൂലക്കിട്ട മുകളിലിട്ട് പുറത്തോട്ടാണ് ആര് ഈ VD സതീശൻ. ഓനാണ് മുഖ്യമന്ത്രി ആണ്ടത്. ജനങ്ങൾ ഒരു പെട്രോൾ വെച്ച് കത്തിക്കാൻ വന്ന സതീശനാണ്. ആ സംശയത്തിൽ ഇപ്പോൾ ഒരാൾ പെട്രോൾ വെച്ച് കത്തിക്കാൻ പോകുന്നുണ്ട്. അയാൾ മുഖ്യമന്ത്രിയാക്കി ഞാൻ ചാകും പറഞ്ഞിട്ട് പെട്രോൾ വെച്ചിട്ട് മറ്റേ കത്തിക്കാൻ വന്ന അയാൾ ഓനെ മറ്റേ മന്ത്രിയാക്കിയിട്ടില്ലെങ്കിൽ അതാ മനസ്സിലാക്കണ്ട ആദ്യം. സതീശൻ തന്നെ മന്ത്രി വേണം. മറ്റേ വേണുഗോപാൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പൊടി കാണൂല, അങ്ങനെ തീരെ വോട്ട് കിട്ടൂല. അതുപോലെ 2 അലക്ഷൻ നടത്തണോ? MP സ്ഥാനത്ത് അലക്ഷൻ നടത്തണോ? ഇവിടെ അലക്ഷൻ നടത്തണോ? കോടിക്കണക്കിന് ഇപ്പോൾ നഷ്ടമാണ് വരുന്നത്. അത് ഓന് പുറക്കുന്നോണ്ടേന്ന് പൈസ ഒന്നല്ല, നികുതി പൈസ ആകല്ലോ. അതാ കണക്കിലെക്കണ്ട ആദ്യം ഓനി. അത് മനസ്സിലാക്കണം ആദ്യം. അങ്ങനെ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടക്കേണ്ടത് തന്നെ സതീശൻ പറഞ്ഞ 100-ലധികം സീറ്റും കിട്ടിയതിന് ഇത്തരം മന്ത്രിമാർത്തും ആദ്യം തോറ്റുണ്ട്. അതിന്റെ അപ്പുറം പിന്നെ എന്താ വേണ്ടേ? പിന്നെ ഓരോരുത്തരും മറ്റേ ഓരോ മുലക്കുന്നിട്ട് ലീഗിനെ കുറ്റം പറയുന്നില്ലേ? ലീഗിലുണ്ടാന്ന് എണീച്ചടക്കുന്നത് കോൺഗ്രസ്, ഇല്ലെങ്കിൽ നടക്കുകയും ചെയ്യില്ല. ലീഗിലുണ്ടാന്ന് ഒറ്റ കരിയും പാരും മുറുക്കിച്ചാണ് ലീഗുകാർ പാടിക്കുന്നത്. എന്നിട്ടാണ് കോൺഗ്രസ്സുകാർ മന്ത്രി ജയിക്കുന്നത്. അവർ കഞ്ഞിമുക്കി വെള്ളം ഇട്ടിട്ട് നടക്കുന്നേ ഉള്ളൂ, ഒരു പണി കൊടുക്കില്ല അവരൊന്നും. വേറെ യാതൊരു സംശയമായിരുന്നില്ല. അതിനൊക്കെല്ലാം മനസ്സിലാക്കുന്ന കാര്യമല്ലല്ലോ അല്ലേ? കഞ്ഞിൻ്റെ വെള്ളം മുക്കിയിട്ട് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ബോട്ട് പിടിക്കാൻ പുറത്തേക്ക് പോകില്ല അവർ. ഏറ്റവും കൂടുതൽ മെനക്കുന്ന ലീഗുകാർ ബാല്യക്കാർ കുട്ടികളാണ്. നമ്മൾ കേസ് എന്തായാലും നമ്മൾ ഇരിക്കൂർ കാര്യത്തിൽ ജയിപ്പിക്കൂല. നമ്മൾ VD സതീശൻ എന്തായാലും തീർച്ചയായിട്ടും വരണമെന്ന് നമ്മുടെ അഭിപ്രായം. ഇരിക്കൂല എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണ്? VD സതീശൻ മുഖ്യമന്ത്രിയാണെന്നുള്ള അഭിപ്രായക്കാരൻ നമ്മൾ. ഇവിടെ സജി ജോസഫ് അല്ലാണ്ട് പോരഞ്ഞ് ജയിക്കൂല. കാരണം സജി ജോസഫ് നമ്മൾ പിന്നെ പ്രിയപ്പെട്ടതാണ്, പിന്നെ KC ജോസഫിന്റെ പിൻഗാമിയാണ്. നമ്മൾ ആ ഒരു ലീഗിന്റെ മെയിൻ കുത്തകൾ സ്ഥിരമായത് ഇവിടെ ലീഗുകാർ പറയുന്ന ലീഗുകാർ പറയുന്ന വോട്ട് നമ്മൾ ചെയ്യും. കാരണം ലീഗുകാർ കഴിക്കണം നമുക്ക് ചെയ്യൂ. അത് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ ലീഗുകാരനാണ്. ബാക്കി ഈ പ്രാവശ്യം ഇടൂല. നീ ആര് പറഞ്ഞാലും ഇടൂല. യുവാക്കളുടെ അഭിപ്രായം തന്നെ. അതെ, എല്ലാവരും അഭിപ്രായം, മൊത്തത്തിലുള്ള അഭിപ്രായം ഇത്. എല്ലാവരും അഭിപ്രായം ഇടൂല. നമ്മൾ വോട്ട് ഇടൂല. ആ വോട്ട് ഇടൂല. നമ്മള് ഓനിക്ക് ചെയ്യൂല. KC വേണുഗോപാൽ എടുക്കുന്ന ഓനിക്ക് വോട്ട് ചെയ്യൂല. ജയിക്കൂലിടാ നിന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും KCക്ക് വോട്ട് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ അയാൾ ഇപ്പോൾ MP അല്ലേ. MP സ്ഥാനം രാജിവെച്ച് അവിടെ മത്സരം ഇവിടെ മത്സരം, വേറെ പണിയൊന്നുമില്ല ആളുകൾക്ക്. വോട്ട് ചെയ്യണം. തീർച്ചയായും അയാൾക്ക് ചെയ്യാൻ മാത്രമല്ല എതിരാളിക്ക് വോട്ട് ചെയ്യും, ഓപ്പോസിഷന് വോട്ട് ചെയ്യും. ഇവിടെ ഉറപ്പ് എന്തായാലും തോപ്പിക്കും. 5 കൊല്ലം കേന്ദ്രത്തിലേക്ക് കൊടുത്തില്ലേ, MP അല്ലേ അയാൾ. 5 കൊല്ലം അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിനെന്താ എത്ര ആഗ്രഹങ്ങള്? ഉറപ്പുണ്ടെങ്കിൽ KC വേണുഗോപാലിന്റെ ഒരു പോസ്റ്റ് പോലും ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല. മൊത്തം കത്തിക്കും, ബാനറും എല്ലാം കത്തിക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാല് കുത്താൻ വിടൂല. ഇവിടെ സജി ജോസഫ് അല്ലാണ്ട് ഒരുത്തനും ഇവിടെ ഉണ്ടാവില്ല. K. സുധാകരൻ MP അല്ലേ, അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ നോക്കിയില്ലേ? അപ്പൊ എന്താണ് MP മാരുടെ മത്സരിക്കാൻ? അപ്പൊ ഇവൻ MP അല്ലേ, അപ്പൊ അത് മനസ്സിലാക്കണ്ടേ? ഇത് ആരാന്റെ കുട്ടിക്ക് തന്ത ഞാനാന്നും പറിച്ചു വരുത്താ. അതൊന്നും നടക്കൂല. ഈ ഐസിയുയിൽ കിടന്ന കോൺഗ്രസിനെ ഇന്ന് ഈ ജീവവായു കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാരാ? സതീശനാണ്, VD സതീശനാണ്. അതിന്റെ പേര് ഇവനെയൊക്കല ആരാന്റെ കുട്ടിക്ക് ഞാനാ തന്താന്നും പറിച്ചു വരുത്താ. അത്രയും കഷ്ടപ്പെട്ടിട്ട് താൻ ചെയ്തിട്ടാണ് ഇത് പിടിച്ചത്. അപ്പൊ ജനങ്ങൾ വിഡ്ഢികളൊന്നല്ല ഇവിടെ. അത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും. ഇരിക്കൂർ മാത്രമല്ല, ഇരിക്കൂർ, കുടിയാമല, ചെമ്പേരി, ആലക്കോട്, ഇനി ഏത് ഭാഗത്ത് പോയി ഇതേ പ്രതികരണം ഉണ്ടാവും. അച്ഛൻ പറഞ്ഞ മണ്ഡലത്തിൽ എവിടെ പോയാലും ഇരിക്കൂർ മണ്ഡലത്തിൽ എവിടെ പോയാലും ഇനി വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാണ് ഇന്നെങ്കിലും ഇവിടുന്ന് ആള് പോയിട്ട് അവിടെയും പ്രശ്നം ഉണ്ടാക്കും.
ഉറപ്പ്. നമ്മളെ പ്രിയപ്പെട്ട MLA അവിടുത്തെ വേറൊരു MLA ഇവിടെ കയറാൻ നമ്മളെ അനുവദിക്കുകയേ ചെയ്യില്ല. അല്ല PD സാഹിബ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടേ പിന്നെ വയ്യ അയാൾക്കൊന്നുമില്ല. പിന്നെ മേലേന്ന് താഴേക്ക് ആദ്യം വന്നിട്ട് എടുക്കണം. MP സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ട് MP സ്ഥാനം തന്നെ നല്ല പവറിലല്ലേ. ഇയാൾ ഇത്ര പോലെ 5 കൊല്ലം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിന്. ഈ പാർട്ടിനെ വളർത്തിയതന്നെ കോൺഗ്രസ് അല്ലേ. പിന്നെ ഒന്നല്ല ഉണ്ടാക്കല. ഈ വേണുഗോപാലിനെ വിശ്വസിക്കാൻ പറ്റൂല. ഓ മൊത്തത്തിൽ BJPൻ്റെ സഹായിയാണ്. BJPക്ക് വേണ്ടിയിട്ട് നമ്മളെ കേരളം ഓനെ ഒത്തിക്കൊടുക്കും. അവിടെ എല്ലാവർക്കും അറിയാം. ചോറ് തന്നെ ജനങ്ങൾക്കെല്ലാം അറിയാം. വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഹാർഡ് വർക്കായിട്ട് പ്രവർത്തിച്ച നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നമ്മൾ ഇരിക്കൂർ നിൽക്കും. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ തോൽപ്പിക്കാനുള്ള പരിപാടിയിലുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ പറ. ആവശ്യമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5 വർഷം അദ്ദേഹം ഓടി നടന്ന് UDF വിജയിപ്പിച്ചു. അതിനുശേഷം കെട്ടിയിറക്കേണ്ട ഒരു ആവശ്യമില്ല. ഇരിക്കൂർ മണ്ഡലത്തിൽ യൂത്ത് ലീഗും കോൺഗ്രസും എല്ലാം മുന്നിട്ടിറങ്ങും തോൽപ്പിക്കാൻ വേണ്ടി. ഉറപ്പാണ്. നിർബന്ധമായി തോൽപ്പിക്കും. കട്ടക്കർ തോൽപ്പിക്കും. ഉറപ്പാണ്. മത്സരിക്കേണ്ടെന്നല്ല. എൻ്റെ വോട്ട് കൊടുക്കൂല. ഞാൻ ലീഗുകാരനാണ്. എൻ്റെ വോട്ട് കൊടുക്കൂല. ഇതുവരെ ലീഗിന് കൊടുത്തിന്, UDF കൊടുത്തിന്. എൻ്റെ വോട്ട് നിർബന്ധമായിട്ടും കൊടുക്കൂല. നിലവിൽ KC വേണുഗോപാൽ ഇരിക്കൂറിൽ മത്സരിക്കും എന്നൊരു അഭ്യൂഹം മാത്രമായിരുന്നു കേട്ടിട്ടുണ്ടായത്. ആ അഭ്യൂഹത്തിന് പിന്നാലെയായിരുന്നു ഏജാന്റ് ചാനൽ ഒരു ജനങ്ങളുടെ അഭിപ്രായം തേടി ഇറങ്ങിയിട്ടുണ്ടായത്. ആ ഇരിക്കൂറിലാണുള്ളത്. ആ ഇരിക്കൂറിൽ ജനങ്ങൾ അത്രയും രോഷാകുലമായിട്ടാണ് ഇതിന് പ്രതികരിച്ചിട്ടുണ്ടായത്. എന്തായാലും KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ 100% തോക്കും എന്നതിൽ ഒരു മാറ്റവുമില്ല. ഇവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു പോസ്റ്റർ പോലുള്ള ഒരു സംഭവം ഒട്ടിക്കാൻ സമ്മതിക്കില്ല. വീടുകളിൽ കയറി സംസാരിക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം. ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ തോപ്പിക്കും എന്നതിൽ ഒരു സംശയമില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നാട്ടുകാരൊക്കെ രോഷകുലമാണ്. എന്തായാലും അതിൻ്റെ ഒരു അഭിപ്രായം വന്നിട്ടില്ല. നിലവിൽ മത്സരിക്കും എന്നൊരു അഭ്യൂഹം മാത്രമായിരുന്നു കേട്ടത്. ആ അഭ്യൂഹത്തിന് പിന്നാലെയായിരുന്നു ഇത്രയും രീതിയിലുള്ള ഒരു പ്രതികരണം ഇവിടുത്തെ ഇരിക്കൂറിലെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജന്റ്.